ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം അമേരിക്കയ്ക്ക് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൈമാറിയിരുന്നു. ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു ആസൂത്രണം നടക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ ആ ഒരു മുന്നറിയിപ്പ്. ഇതറിഞ്ഞ ഉടൻ തന്നെ ഭയന്നു വിറച്ച ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി. എന്നെ കൊന്നാൽ, എന്നെ വധിക്കാൻ ശ്രമിച്ചാൽ ആ ഒരു നിമിഷം ഇറാൻ്റെ മണ്ണിൽ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം മിസൈലുകൾ വർഷിച്ച് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഈ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കുമെന്നുള്ളതായിരുന്നു ട്രംപിൻ്റെ ആ ഒരു ഭീഷണി. അടുത്തിടെ ന്യൂയോർക്ക് പോസ്റ്റിന് നൽകിയ ഒരു പ്രത്യേക അഭിമുഖത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു കാര്യം വ്യക്തമാക്കിയത്. Iran, they're lovely people. I'm number one, so I don't know. I can't tell you that, but I don't really care because I'm doing my job and I'm doing it, I hope, better than any. തൻ്റെ ജീവന് ഇറാനിൽ നിന്ന് വലിയ ഭീഷണിയുണ്ട് എന്നും താൻ വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇറാനുമേൽ സർവനാശം വിതയ്ക്കാനുള്ള ആ ഒരു ഉത്തരവ് താൻ US മിലിറ്ററിക്ക് കൈമാറിയിട്ടുണ്ട് എന്നും ആയിരക്കണക്കിന് മിസൈലുകൾ US ഇറാനെ ലക്ഷ്യമാക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നുണ്ട് എന്നും ട്രംപ് അതിൽ പറയുന്നുണ്ട്. ഇനി ഇതോടൊപ്പം ട്രംപ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇതിൽ ഇസ്രായേൽ പുതുതായി ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു വധഭീഷണിക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അവർ എന്നെ കൊല്ലാൻ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് എൻ്റെ പേരാണ്. അതുകൊണ്ട് എനിക്ക് ഭയമില്ല. പക്ഷെ ഒന്നുറപ്പാണ്, എന്നെ അവർ തൊട്ടുകഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ ഇറാൻ ഉണ്ടാകില്ല എന്നുള്ളതാണ് ട്രംപ് ഇതിനോടൊപ്പം പറഞ്ഞു വെച്ചൊരു കാര്യം. എന്നാൽ മറുവശത്ത് ഇറാൻ്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിനു പിന്നാലെ മധ്യപൂർവ്വേഷ്യ ഒരു വലിയൊരു യുദ്ധത്തിൻ്റെ നിഴലിലാണ്. നോക്കൂ, ആയത്തുള്ള അലി ഖമേനിയുടെ വിലാപയാത്രയും മരണാനന്തര ചടങ്ങുകളുമൊക്കെ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് പോലും ഇറാൻ്റെ മണ്ണിൽ US വ്യോമാക്രമണം നടത്തുകയുണ്ടായി. ലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിൽ തടിച്ചുകൂടിയ തങ്ങളുടെ നേതാവിന് വിട നൽകുന്ന ആ ഒരു സമയത്തിനിടയിലാണ് US യുദ്ധവിമാനങ്ങൾ ഇറാൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ബോംബുകൾ വർഷിച്ചത്. ഇത് ഇറാനിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ഒന്നാമതേ, അവർ തങ്ങളുടെ പ്രിയ നേതാവിൻ്റെ ആ ഒരു വിയോഗത്തിൽ അവർ വല്ലാത്തൊരു വേദനയിലാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത ആ ജനങ്ങൾ ഒന്നടങ്കം അമേരിക്കയ്ക്കും ഡൊണാൾഡ് ട്രംപിനുമെതിരെ മുദ്രാവാക്യം വിളികളോടുകൂടി അവർ തെരുവിൽ അണിനിരന്നു. എന്നാൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് US താവളങ്ങൾക്ക് നേരെ ഉടനടി ഒരു മിസൈൽ ആക്രമണം ഉണ്ടാകുമെന്ന കൃത്യമായ വിവരം ലഭിച്ചതിനെ തുടർന്ന് സ്വയം പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ആക്രമണം നടത്തിയെന്നുള്ളതാണ് ഈ വിലാപയാത്രയുടെ സമയത്ത് നടത്തിയ ആ ഒരു ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയുടെ ന്യായീകരണം. എന്നാൽ ഈ ഒരു ആക്രമണം ഇറാനെ കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഇറാൻ ഡൊണാൾഡ് ട്രംപിനെ ഇത്രയധികം ലക്ഷ്യമിടുന്നതിന് വ്യക്തമായ കാരണമുണ്ട്. ഒന്നാമത്തേത്, അവരുടെ രാജ്യത്തെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയെ കൊലപ്പെടുത്തിയതാണ്. മറ്റൊന്ന്, 2020 ഇറാൻ്റെ ഏറ്റവും കരുത്തനായിട്ടുള്ള സൈനിക കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനിയെ ബാഗ്ദാദിൽ വെച്ച് US ഡ്രോൺ ആക്രമണത്തിലൂടെ വധിക്കാനെന്ന് ഉത്തരവിട്ടത് ഡൊണാൾഡ് ട്രംപായിരുന്നു. അന്ന് മുതൽ ട്രംപിനോട് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ അന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇറാൻ്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ മരണശേഷമാണ് മധ്യപൂർവ്വേഷ്യയിൽ യുദ്ധം അതിരൂക്ഷമായത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പരോക്ഷ യുദ്ധം അതിരൂക്ഷമായി നിൽക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് ആയത്തുള്ള അലി ഖമേനിയെ ഇസ്രായേലും അമേരിക്കയും കൂടി ചേർന്നുകൊണ്ട് കൊലപ്പെടുത്തുന്നത്. ഖമേനിയുടെ മരണത്തിന് പിന്നാലെ ഇറാൻ്റെ ഔദ്യോഗിക സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ലോകത്തിന് കടുത്തൊരു മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. തങ്ങളുടെ പരമോന്നത നേതാവിൻ്റെ വിയോഗത്തിന് കടുത്ത ഭാഷയിലാണ് അവർ പ്രതികാര പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്. മാത്രമല്ല, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും മുദ്രാവാക്യങ്ങളുമാണ് ട്രംപിനെതിരെ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ ആ ഒരു സംസ്കാര ചടങ്ങുകൾക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതിമ ഇറാനിലെ ജനങ്ങൾ പരസ്യമായി കത്തിച്ചിരുന്നു. ട്രംപിൻ്റെ രൂപത്തിലുള്ള ഒരു കൂറ്റൻ ലെഗോ പ്രതിമയാണ് ഇറാനിലെ ജനക്കൂട്ടം പ്രതീകാത്മകമായി കൊണ്ട് അവിടെ കരിച്ചു കളഞ്ഞത്. ഇറാൻ്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ തന്നെയാണ് ഈ ഒരു വീഡിയോ ലോകത്തിന് മുന്നിലേക്ക് പങ്കുവച്ചിരിക്കുന്നത്. ടെഹ്റാനിലും മഷാദിലും തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് ജനങ്ങൾക്കിടയിലാണ് കടുത്ത അമേരിക്കൻ വിരുദ്ധ വികാരം ആളിപ്പടർന്നത്. വിലാപയാത്രയുടെ അവസാനത്തെ ആ ദിവസമാണ് ലോകമാധ്യമങ്ങളെ ശ്രദ്ധയാകർഷിച്ച ആ ഒരു സംഭവം നടന്നത്. ട്രംപിനെ പോലെ മഞ്ഞ തലമുടിയൊക്കെയുള്ള ഒരു വലിയൊരു ലെഗോ പ്രതിമയെ ജനക്കൂട്ടത്തിന് നടുവിൽ വെച്ച് തീയിടുകയായിരുന്നു. ഇത് കേവലം ഒരു സാധാരണ പ്രതിഷേധമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു സൈനിക നീക്കത്തിൻ്റെ സൂചനയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെക്കുറിച്ച് വിലയിരുത്തുന്നത്. ഈ വിലാപയാത്രകളിൽ ഉടനീളം ജനങ്ങൾ വിളിച്ചു പറഞ്ഞ ഒരു വാചകമുണ്ട്: അമേരിക്ക ഞങ്ങളുടെ പിതാവിനെ കൊന്നുകളഞ്ഞു.
ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടുകയില്ല. ഇറാന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ പരമാധികാരിയായിരുന്ന ആയത്തുള്ള അലി ഖമേനിയെ സ്വന്തം പിതാവിനെ പോലെയാണ് ഇറാനിലെ ഓരോ ജനങ്ങളും കണ്ടിരുന്നത് എന്ന് അവരുടെ ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗം ആ ജനങ്ങളിലുണ്ടാക്കിയ ആഘാതം അത്ര ചെറുതല്ല. ടെഹ്റാനിലെ തെരുവുകളിൽ നടന്ന ആ ഒരു വിലാപയാത്രയിൽ പങ്കെടുത്ത ജനങ്ങൾ ട്രംപിനെ വധിക്കുക എന്നെഴുതിയ ബാനറുകളും പ്ലക്കാർഡുകളുമാണ് അവർ ഉയർത്തിപ്പിടിച്ചത്. ട്രംപിൻ്റെ തലയ്ക്ക് വിലപേശുന്ന തരത്തിലുള്ള പോസ്റ്ററുകളും റൂട്ടിലുടനീളം കാണാമായിരുന്നു. വിലാപയാത്ര ഒരു പാലത്തിനടിയിലൂടെ കടന്നുപോകുന്ന സമയത്ത് ട്രംപിൻ്റെ ചിത്രമുള്ള വലിയൊരു പരസ്യ ബോർഡിന് നേരെ ഇറാനിലെ ജനക്കൂട്ടം കല്ലെറിയുന്ന ദൃശ്യങ്ങളുമൊക്കെ പുറത്തു വന്നിരുന്നു. അതോടൊപ്പം അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ സമാനതകളില്ലാത്ത തിരിച്ചടി നൽകുമെന്നുള്ളതാണ് IRGC പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറാൻ സൈനിക മേധാവികളുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങളുടെ നേതാവിൻ്റെ രക്തത്തിന് ഞങ്ങൾ പകരം ചോദിക്കും. അമേരിക്കയും സയനിസ്റ്റ് ശക്തിയായ ഇസ്രായേലും ഇതിന് വലിയ വില നൽകേണ്ടി വരും. ഞങ്ങളുടെ മിസൈലുകൾ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു കഴിഞ്ഞു. നോക്കൂ, ഇറാൻ്റെ ഈ പ്രതികാര പ്രഖ്യാപനം വെറുമൊരു വാക്കല്ലെന്ന് US-നും ഇസ്രായേലിനും നന്നായി അറിയാം. കാരണം ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, ഇറാഖിലെ ഷിയാ സായുധ സംഘങ്ങൾ എന്നിവരെയെല്ലാം നിയന്ത്രിക്കുന്നത് ഇറാനാണ്. ഒരേ സമയം പല ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിനും മിഡിൽ ഈസ്റ്റിലെ US സൈനിക താവളങ്ങൾക്കും നേരെ വലിയൊരു ആക്രമണത്തിന് ഇറാൻ കോപ്പ് കൂട്ടുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തങ്ങളുടെ പരമോന്നത നേതാവിൻ്റെ ആ ഒരു വിലാപയാത്രക്കിടയിൽ നടന്ന ആ ഒരു ആക്രമണത്തെ തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായാണ് ഇറാൻ കാണുന്നത്. ഇനി ലോകം എങ്ങോട്ടാണ് കടന്നു പോകുന്നത് എന്നും ട്രംപിൻ്റെ കടുത്ത ആ ഒരു ഭീഷണിയും ഇറാൻ്റെ പ്രതികാര ബുദ്ധിയും മിഡിൽ ഈസ്റ്റിനെ എവിടെ കൊണ്ട് എത്തിക്കുമെന്നുള്ളത് ഇനി കണ്ടറിയണം. ഈ സംഭവം എങ്ങാനും കൈവിട്ടു പോയി കഴിഞ്ഞാൽ ലോകം കാണേണ്ടി വരുന്നത് അതിരൂക്ഷമായ വലിയൊരു യുദ്ധത്തിനായിരിക്കും. ഇറാൻ ഇതിനോടകം തന്നെ ആണവായുധം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിക്കഴിഞ്ഞുവെന്നുള്ളതാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നത്. ഈ സാഹചര്യത്തിൽ അമേരിക്കയോ ഇസ്രായേലോ ഇറാനെ നേരിട്ട് ആക്രമിച്ചാൽ ഇറാൻ തങ്ങളുടെ ആണവശക്തി പുറത്തെടുക്കാൻ മടിക്കില്ല. അതോടൊപ്പം ഇറാൻ തനിച്ചല്ല. റഷ്യയും ചൈനയുമായുള്ള വർഷങ്ങളായുള്ള ബന്ധം ഇറാനുണ്ട്. റഷ്യയെ പലപ്പോഴായും സഹായിക്കുന്നത് ഇറാനാണ്. ചൈനയുമായി ഇറാന് വലിയ സാമ്പത്തിക തന്ത്രപ്രധാന ബന്ധങ്ങളുമുണ്ട്. ഇറാനെതിരെ അമേരിക്ക പൂർണ്ണമായ ഒരു യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ റഷ്യയും ചൈനയും ഇറാനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഈ കാര്യങ്ങളെ ആഗോള യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. അതോടൊപ്പം ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കുന്നത് ഇറാനാണ്. യുദ്ധം മുറുകിയാൽ ഇറാൻ ഈ പാത അടയ്ക്കും. അങ്ങനെ സംഭവിച്ചാൽ ലോകത്തെ ക്രൂഡ് ഓയിൽ വിതരണം തടസ്സപ്പെടുകയും ഇന്ധനവില കുതിച്ചുയരുകയും ചെയ്യും. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് മധ്യപൂർവേഷ്യ ഇപ്പോൾ കടന്നുപോകുന്നത്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇറാനെ മുഴുവനും ബോംബിട്ട് തകർക്കുമെന്ന് പറഞ്ഞ ട്രംപിൻ്റെ ആ ഒരു പ്രസ്താവനയും ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് പകരമായി ഇറാൻ പ്രഖ്യാപിച്ച പ്രതികാരവും വരും ദിവസങ്ങളിൽ ലോകത്തെ എങ്ങോട്ട് നയിക്കുമെന്നത് പ്രവചനാതീതമാണ്. വാക്കുകൾ യുദ്ധത്തിലേക്ക് വഴിമാറിയാൽ അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരിക ലോകത്തെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായ ജനങ്ങളായിരിക്കും.